അതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നടേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് 2 കൊല്ലം ആയതാണ്. നിറച്ചും കായ ഉണ്ടായിരുന്നു. ഈ പഴമെല്ലാം പറിച്ച് തീർന്നതാണ്. അത് അപ്പുറത്തൊരു ടയർ വെച്ച് കെട്ടിയിരിക്കുന്നു, ഒരു സ്റ്റാൻഡ്. അതിലാണ് ഇപ്പോൾ നടാനുള്ളത്. ആ വീഡിയോ നടേണ്ട വിധം ഇപ്പം കാണിച്ചു തരാം. അത് വേഗം അതിൻ്റെ തൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് അതിൻ്റെ തൈ റെഡിയാക്കി വെച്ചത്. അതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ടാണ് നടുന്നത്. ഇതാ ഇങ്ങനെ ആണ് ഇത് ഒരുക്കി വെക്കേണ്ടത്. ഇതിൻ്റെ തൈയിലിവിടെ ഒരു കമ്പ് കുത്തി വെച്ചതുപോലെ കാണുന്നത് ഇത് അതിൻ്റെ തന്നെ തണ്ടാണ്, അതിൻ്റെ നട്ടെല്ലാണിത്. അങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് മുഴുവനും താത്തി വെക്കണം. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം വരെ മണ്ണിട്ട് മൂടി റെഡിയാക്കി ചുവട്ടിൽ വള്ളി കൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും വെച്ച് മുളപ്പിച്ചതിന് ശേഷം വേണം ഒരു പൊട്ടിയ ബക്കറ്റിൽ എന്തിനെങ്കിലും മണ്ണിട്ട് നിറച്ചതിന് ശേഷം അധികം നിറയ്ക്കേണ്ട, ഇത്രയും വെക്കാൻ പാടുള്ളൂ, മൂടാൻ പാടുള്ളൂ. അതിനകത്ത് ചവറുകളൊക്കെ ഇട്ട് ചൂട് പിടിപ്പിച്ചിട്ടാണ് ഇത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇത് നിറച്ച് മാംസമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ മേത്തൊക്കെ ചെറിയ മുള്ളുകളുണ്ട്. ഈ മുള്ളൊന്നും കയ്യെ കൊണ്ടാണ് ഇതൊക്കെ കയ്യെ തട്ടിയിട്ടുണ്ടെങ്കിൽ മുറിയുന്നതാണ്. ഇത് മരുഭൂമിയിൽ വളരുന്ന കള്ളിമുൾ ചെടിയുടെ ഒരു ഇനമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇപ്പോൾ നല്ല മാർക്കറ്റുണ്ട്, വിലയുണ്ട്. ഒരു കായ്ക്ക് 100 രൂപ വെച്ച് എന്തായാലും കിട്ടും. എല്ലാവരും ഇപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ നീളത്തിലുള്ളതോ ഇത്ര വരെയുള്ളതോ, ഈ അടയാളം ഇത്രയും ഭാഗം വരെയുള്ളതോ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഇപ്പം നട്ടിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ ഇതിനുള്ളൂ. ഇതിനാണെങ്കിൽ ചപ്പുചവറിട്ട് വെള്ളം തീരെ കുറച്ച് മതി. കള്ളിമുൾ ചെടി അനായം കൊണ്ട് ഈ തണ്ട് മുഴുവൻ വെള്ളമാണ്. വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുണ്ട് ഇതിന്. ഇത് ശ്രദ്ധിച്ച് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ്.